Hi all, welcome back to Mommy's Gusto. ഞാൻ ഇന്നിവിടെ മെക്സിക്കൻ ടാക്കോസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതൊരു സാൻഡ്വിച്ചാണ്. വളരെ ഈസിയായി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിനായി ഞാനൊരു പാത്രത്തിലേക്ക് 3 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് അല്പാൽപമായി വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇതിന് മുകളിലൂടെ അല്പം എണ്ണ തടവി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇത് അടിച്ചു വെച്ച് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് 8-10 കാശ്മീരി ചില്ലി ചേർത്ത് ഒന്ന് വറുത്ത് കോരണം. മുളകെല്ലാം വറുത്ത് മാറ്റിയ ശേഷം ഇതേ എണ്ണയിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 സവാള നീളത്തിലരിഞ്ഞതോടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുക. സവാളയുടെ നിറമെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ ഇതുകൂടെ ഒന്ന് കോരി മാറ്റിയെടുക്കണം. ഇതേ കടായിലേക്ക് അല്പം കൂടെ ഒലിവ് ഓയിൽ ചേർത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് ചിക്കൻ കീമ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം അല്പം കുറച്ച് ഇതൊന്ന് അടച്ചു വെച്ച് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റിയ മുളക്, അതേപോലെ ഉള്ളി, 2 ബോയിൽഡ് പൊട്ടാറ്റോ എന്നിവയാണ്. മുളകൊന്ന് കൈ കൊണ്ട് നന്നായി ഞെരടി ക്രഷ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഇടിക്കല്ലിൽ ചെയ്താലും മതി. അതേപോലെ ബോയിൽഡ് പൊട്ടാറ്റോ, അങ്ങനെ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. എല്ലാം നന്നായി മിക്സായ ശേഷം ഇതിലേക്ക് അല്പം ഉപ്പൂടെ ചേർക്കണം. ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ചിക്കനെല്ലാം കളറൊക്കെ മാറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ യോജിപ്പിച്ചെടുത്ത കൂട്ടിച്ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഫ്ലെയിമെല്ലാം ടേൺ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പം മാവെല്ലാം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ടാക്കോസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ചപ്പാത്തിയൊക്കെ ഉരുട്ടി പരത്തിയെടുക്കുന്ന പോലെ ഓരോന്നോരോന്നായി കനം കുറച്ച് വട്ടത്തിൽ പരത്തിയെടുക്കുക. ഇവ ഓരോന്നായി ഒരു പാനിലിട്ട് ചുട്ടെടുക്കണം. 2 സൈഡും തിരിച്ചും മറിച്ചും ഒരുപാട് കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ തന്നെ ഇത് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള സോസ് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ
ഒരു 1/4 കപ്പ് മയോണൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, അതേപോലെ 1 ടേബിൾ സ്പൂൺ സ്വീറ്റ് സോയ സോസ് എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ടാക്കോസിലേക്ക് ടബാസ്കോ സോസാണ് ചേർക്കുന്നത്. എൻ്റെ അടുത്ത് അവൈലബിൾ അല്ലാത്തത് കാരണമാണ് ഞാനിങ്ങനെ തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റാണ് ഈ സോസും. ഇനി ടാക്കോസ് അസംബ്ലിങ് ചെയ്യാം. അതിനായി നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ്, ഗ്രേറ്റഡ് മോസറല്ല ചീസ്, അതേപോലെ ഇപ്പോൾ റെഡിയാക്കിയ സോസ് എല്ലാം കൂടെ ചേർത്ത് ഇതൊന്ന് അസംബ്ലിങ് ചെയ്തെടുക്കാം. ഇതിനായി ടാക്കോസ് ഷീറ്റിലേക്ക് ഈ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ശേഷം മോസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ ഇതൊന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ ഓരോന്നായി എല്ലാം ഫിൽ ചെയ്തെടുക്കുക. ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് അല്പം ഒലീവ് ഓയിൽ ചേർത്ത് അല്പം ബട്ടർ കൂടെ ചേർത്ത് ഈ ടാക്കോസ് ഓരോന്നായി ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം വെന്ത ശേഷം ഇതൊന്ന് തിരിച്ചിടാം. ഇപ്പോൾ 2 ഭാഗം നന്നായി ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഇതേപോലെ ഒരുമിച്ച് പിടിച്ച് ഇതിൻ്റെ അടിഭാഗം കൂടെ ഇങ്ങനെ പിടിച്ചൊന്ന് ക്രിസ്പിയായി എടുക്കാം. അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള മെക്സിക്കൻ ഹോം മെയ്ഡ് ടാക്കോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായി എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കെല്ലാം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.